എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സരളി വരിശകൾ 1 മുതൽ 6 വരെ 4-ാം കാലത്തിൽ സ്വരങ്ങൾ പാടി അകാര ഇകാര മകാരങ്ങൾ എങ്ങനെയാണ് പാടുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സരളി വരിശകളിൽ ബാക്കിയുള്ള 7, 8, 9, 10, 11 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. അതെങ്ങനെയാണ് 4-ാം കാലത്തിൽ പാടുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സരളി വരിശകളിൽ 7 മുതലാണ്. കാരണം 1 മുതൽ 6 വരെ സപ്തസ്വരങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഓരോ സ്വരങ്ങളും കൂട്ടി 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 കൊണ്ടുവരിക, ആരോഹണത്തിലും അവരോഹണത്തിലും. അങ്ങനെയാണ് നമ്മൾ സരളി വരിശകൾ പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ 6 മുതൽ അങ്ങനെയല്ല. സപ്തസ്വരങ്ങളിൽ ആരോഹണത്തിലും അവരോഹണത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് നമ്മൾ പഠിച്ച 2-ാം കാലം 3-ാം കാലമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് നമുക്ക് അറിയാം എങ്കിലും പറയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസോർഡറായിട്ട് വരുന്ന രീതിയിലാണ്, ക്രമം തെറ്റി വരുന്ന രീതിയിലാണ് സരളി വരിശകളൊക്കെ 7 മുതൽ വരിക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്യൂണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അറിയില്ല അതിൻ്റെ ട്യൂണ് തെറ്റുന്നത് നമ്മൾ അറിയില്ല. കാരണം സരിഗമപദനി എന്ന് പാടുമ്പോൾ സരിഗമപദനി എന്ന് പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും പദനി ശരിയല്ലെങ്കിൽ. പക്ഷെ ഇത് പമഗരി പമദവ അതൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് പാടുമ്പോൾ ചിലപ്പോൾ ഇത് എന്താണ് നമ്മൾ പാടുന്നത് ചിലപ്പം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം ഇത് ഡിസോർഡറായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് ആ സ്വരസ്ഥാനം നമുക്ക് തറവാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുക തെറ്റിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് 7-ാമത്തത് മുതൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിന്ന് 7-ാമത്തെ തൊട്ട് എങ്ങനെയാണ് പാടാമെന്ന് നോക്കാം. 7-ാമത്തെ നമ്മൾ പാടിയത് എങ്ങനെയായിരുന്നു? സരിഗമ പമഗരി, സരിഗമ പമഗരി 8 സ്വരം, സരിഗമ പദനിസ, സനിദപ മപ്പദനി, സനിദപ മഗരിസ 8 സ്വരം, സരിഗമ പമഗരി 8 സ്വരം, സരിഗമ പദനിസ 8 സ്വരം, സനിദപ മപ്പദനി 8 സ്വരം, സനിദപ മഗരിസ 8 സ്വരം. കാരണം സപ്തസ്വരം ഒരടിക്ക് 8 സ്വരം പാടിക്കഴിഞ്ഞാൽ അത് 4-ാം കാലം. അതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിൽ പാടി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഫണ്ടമെൻ്റൽ ആയതുകൊണ്ട് അത് വീണ്ടും 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 പറയും. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അല്ലാതെ റിപ്പീറ്റേഷൻ മനഃപൂർവ്വം ചെയ്യണമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കത് കൂടുതൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിൽക്കാൻ വേണ്ടിയാണ് അത് കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് കുട്ടികളോട് ക്ലാസ്സിലെടുക്കുമ്പം പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏത് ഏജിലുള്ളവർ കേട്ടാലും നിങ്ങളത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് പഠിക്കുക. ഓക്കെ, അടുത്ത് സരിഗമ പമഗരി, സരിഗമ പമഗരി, സരിഗമ പദനിസ, സരിഗമ പമഗരി 8, സരിഗമ പദനിസ, സനിദപ മപദനി 8, സനിദപ മഗരിസ, സരിഗമ പമഗരി, സരിഗമ പദനിസ, സനിദപ മപദനി, സനിദപ മഗരിസ. നമുക്ക് എങ്ങനെയാണ് താളം പിടിച്ച് പാടാൻ നോക്കാം. സരിഗമ പമഗരി, സരിഗമ പദനി സനിദപ മപദനി, സനിദപ മഗരിസ, സരിഗമ പമഗരി, സരിഗമ പദനി സനിദപ മപദനി, സനിദപ മഗരിസ, സരിഗമ പമഗരി, സരിഗമ പദനി സനിദപ മപദനി, സനിദപ മഗരിസ, സരിഗമ പമഗരി, സരിഗമ പദനി സനിദപ മപദനി, സനിദപ മഗരിസ. അപ്പം ഇത്രയും പാട്.
അതാണ് ഏഴാമത്തത്. അടുത്തത് എട്ടാമത്തത് എങ്ങനെയാ? സരിഗമ പമ ദാപ്പ 8 സ്വരം, സരിഗമ പദനിസ 8 സ്വരം, സനിദപ മപ ഗമ 8 സ്വരം, സനിദപ മഗരിസ. സരിഗമ പമ ദാപ്പ, സരിഗമ പമ ദാപ്പ, സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. സരിഗമ പമ ദപ സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. സരിഗമ പമ ദപ സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. ആ ഈ ആ സനിദപ മപ ഗമ, ആ ഈ സനിദപ മഗരിസ. ഈ ആ അപ്പം ആ ഈ തലപിടിച്ച് പാടാം. സരിഗമ പമ ദപ ഉണ്ടോ? സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. സരിഗമ പമ ദപ സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. തല പിടിച്ചിട്ട് സരിഗമ പമ ദപ സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. സരിഗമ പമ ദപ സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. സരിഗമ പമ ദപ സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. സരിഗമ പമ ദപ സരിഗമ പദനിസ, സനിദപ മപ ഗമ, സനിദപ മഗരിസ. ആ അടുത്ത ഒമ്പതാമത്തത് സരിഗമ റിഗമപ 8 സ്വരം, സരിഗമ പദനിസ, സനിദപ നിദപമ 8 സ്വരം, സനിദപ മഗരിസ 8 സ്വരം. സരിഗമ റിഗമപ സരിഗമ പദനിസ, സനിദപ നിദപമ, സനിദപ മഗരിസ. അപ്പൊ അതെങ്ങനെയാ പാടുക? സരിഗമ റിഗമപ സരിഗമ റിഗമപ ആ ഈ സരിഗമ പദനിസ ആ ഈ സനിദപ നിദപമ നിദപമ, സനിദപ നിദപമ, സനിദപ നിദപമ ആ ഈ സനിദപ മഗരിസ ആ ഈ. അപ്പം സരിഗമ റിഗമപ സരിഗമ പദനിസ ആ സനിദപ നിദപമ സനിദപ മഗരിസ ആ ഈ നമ്മുടെ താളമില്ലാതെ ആദ്യം പാടുന്നതാണ് കുറച്ചുകൂടെ
നമുക്ക് ആ സ്വരവും അകാരവും ഒന്നും മനസ്സിലാവാൻ വേണ്ടിയാണ്. താളം അടിച്ച് പാടുമ്പോൾ നമ്മുടെ താളത്തിൽ ശ്രദ്ധിച്ചു പോകും. അതുകൊണ്ടാണ് വിത്തൗട്ട് താളം നമ്മൾ ആദ്യം ഈ സ്വരവും അകാരവും വികാരവും അകാരവും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് പാടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ താളത്തോടു കൂടി പാടുന്നത്. കാരണം താളത്തിൻ്റെ കൂടെ നമ്മൾ പാടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി താളത്തേക്ക് കൂടെ ശ്രദ്ധ വരും. അപ്പോൾ താളമില്ലാതെ പാടുമ്പോൾ നമുക്ക് അതിനകത്ത് ആകാരത്തിലും വികാരത്തിലും അകാരത്തിലും ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പാടുന്നത്. പക്ഷെ താളം അടിച്ചാൽ തന്നെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. സെപ്പറേറ്റ് പാടി നോക്കിക്കോളൂ. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് താളത്തോടുകൂടും ശ്രുതിയോടും കൂടി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യരുത്. അതിന് സമയമുള്ളവർ മാത്രം പ്രാക്ടീസിന് സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്താൽ മതി. ശ്രുതിയും താളമില്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ ഇതൊന്നും ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ ശ്രുതി താളം ഇത് രണ്ടും കൃത്യമായി ഫോളോ ചെയ്ത് തന്നെ പാടണം, അല്ലെങ്കിൽ പാടരുത്. അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സനി ധ പ നി ധ പ മ സനി ധ പ മ ഗ രി സ താലോടിച്ച് പാടാം. സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സനി ധ പ നി ധ പ മ സനി ധ പ മ ഗ രി സ സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സനി ധ പ നി ധ പ മ സനി ധ പ മ ഗ രി സ. ചേർത്ത് പാടാം. സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സനി ധ പ നി ധ പ മ സനി ധ പ മ ഗ രി സ സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സനി ധ പ നി ധ പ മ സനി ധ പ മ ഗ രി സ. ഒന്നുകൂടി. സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സനി ധ പ നി ധ പ മ സനി ധ പ മ ഗ രി സ സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സനി ധ പ നി ധ പ മ സനി ധ പ മ ഗ രി സ. താളം പിടിച്ചിട്ട് ഇതാണ് 9. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ പാടിത്തരുന്നത് അതുപോലെ തന്നെ വേണം നിങ്ങളത് ഫോളോ ചെയ്ത് പോകാൻ. ഓക്കെ. അടുത്തത് 10ാമത്തത് സരിഗമ സമഗരി 8 സ്വരം, സരിഗമ പദനിസ 8 സ്വരം, സനിധപ സ പദനി 8 സ്വരം, സനിധപ മകരിസ 8 സ്വരം. അപ്പം സരിഗമ സമഗരി സരിഗമ സമഗരി ആ ഈ സരിഗമ പദനിസ ആ ഈ സനിധപ സ പദനി ആ ഈ സനിധപ മകരിസ ഈ ആ ഊ ഏ ഓ. അപ്പം സരിഗമ സമഗരി സരിഗമ പദനിസ ആ സനിധപ സ പദനി സനിധപ മകരിസ ആ ഈ അത് താളോടിച്ചൊന്ന് പാടാം. സരിഗമ സമഗരി സരിഗമ പദനിസ സനിധപ സ പദനി
സനി ധപ മഗരി സ സരി ഗമ സമഗരി സരി ഗമ പദ നി സ സനി ധപ സ പദ നി സനി ധപ മഗരി സ. ചേർത്തി പാടാം. സരി ഗമ സമഗരി സരി ഗമ പദ നി സ സനി ധപ സ പദ നി സനി ധപ മഗരി സ സരി ഗമ സമഗരി സരി ഗമ പദ നി സ സനി ധപ സ പദ നി സനി ധപ മഗരി സ. അത് അകാരം. ആ പിന്നെ 11 നമ്മൾ പാടിയത് സരിഗമ സനിധപ. താഴെ പകുതി, പകുതി മുകളിൽ, പകുതി താഴെ പകുതി മുകളിൽ. സരിഗമ സനിധപ 8 സ്വരം. സരിഗമ പദനിസ 8 സ്വരം. സനിധപ സരിഗമ ഓപ്പോസിറ്റ്. സനിധപ സരിഗമ 8 സ്വരം. സനിധപ മഗരിസ. അപ്പോൾ സരിഗമ സരിഗമ സനിധപ സരിഗമ സനിധപ ആ ഈ സരിഗമ പദ നിസ ഓ സനിധപ സരിഗമ സനിധപ സരിഗമ ആ ഈ ഓ ഏ സനിധപ മഗരി സ ഏ ഓ ഏ ആ ഈ ഊ ആ. സരിഗമ സനിധപ. അപ്പോൾ താളപിടിച്ച് പാടാം. സരിഗമ സനിധപ സരിഗമ പദ നിസ സനിധപ സരിഗമ സനിധപ മഗരി സ സരിഗമ സനിധപ സരിഗമ പദ നിസ സനിധപ സരിഗമ സനിധപ മഗരി സ. ഞാൻ താളോട് ചേർത്ത് പാടാം. സരിഗമ സനിധപ സരിഗമ പദ നിസ സനിധപ സരിഗമ സനിധപ മഗരി സ സരിഗമ സനിധപ സരിഗമ പദ നിസ സനിധപ സരിഗമ സനിധപ മഗരി സ. ഒന്നുകൂടി. സരിഗമ സനിധപ സരിഗമ പദ നിസ സനിധപ സരിഗമ സനിധപ മഗരി സ സരിഗമ സനിധപ സരിഗമ പദ നിസ സനിധപ സരിഗമ സനിധപ മഗരി സ. ആ ആ ആ സരിഗമ സനിധപ സരിഗമ പദ നിസ സനിധപ സരിഗമ സനിധപ മഗരി സ. അപ്പോൾ ഈ 6 വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പാടേണ്ടതാണ്. ആദ്യത്തെ 6 അവസാനത്തെ 5 7, 8, 9, 10, 11 ഇതെണ്ണം വളരെയധികം ശ്രദ്ധയോടുകൂടി പാടേണ്ടതാണ്. തെറ്റിക്കരുത്. 2, 3 കാലങ്ങൾ നമ്മൾ ആദ്യം പാടി നല്ലപോലെ ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ 4-ാം കാലത്തിലേക്ക് പോയാൽ മതി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പാടരുത്. 2, 3 കാലങ്ങൾ തന്നെ പാടിയാൽ മതി. അതുപോലെ ചില ആൾക്കാർക്ക് നമ്മളെ പേഴ്സണലി വിളിക്കുന്നുണ്ട്. ചില സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ചില ആൾക്കാർക്ക് നമ്മളെ വിളിക്കുന്നുണ്ട്. സന്തോഷം.
അപ്പോൾ ഞാൻ നമ്പർ കൂടെ നിങ്ങളുടെ ഇതിൽ നമ്മുടെ ഇതിൽ ഉണ്ടാവും, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഇതിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും, അതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇതുമായിട്ട് പഠിക്കുന്നതിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ എൻ്റെ സമയം പോലെ നമ്മൾ മറ്റ് സ്കൂളും ക്ലാസ്സുകളും വെച്ച് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായി മറുപടി തരുന്നതായിരിക്കും. വിളിക്കുന്നവർക്ക് കൃത്യമായി ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പാടുന്ന സമയത്തോ താളത്തിൻ്റെ കാര്യത്തിലോ സ്വരത്തിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ശ്രുതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. പറ്റുന്ന സമയമാണെങ്കിൽ എടുക്കാൻ പറ്റിയാൽ ഡയറക്റ്റ് കോൾ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാനത് കൃത്യമായി കേട്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മറുപടി തരുന്നതായിരിക്കും സമയം പോലെ. ആരെയും നമ്മൾ ഒഴിവാക്കില്ല. പലരും ഇപ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓൺലൈൻ ക്ലാസ്സുണ്ട്, ക്ലാസ് വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിന്നെ പല സംശയങ്ങളും ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്, ശ്രുതിയുടെ കാര്യത്തിലും പാടുന്ന മെത്തേഡ് എങ്ങനെയാണ്, എവിടം തൊട്ട് തുടങ്ങണം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ പലർക്കും നമ്മുടെ കഴിയുന്ന രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൂടെ കൊടുത്തേക്കാം. തെറ്റ് പഠിക്കരുത്, അതാണ് നമ്മൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം. കാരണം നമ്മുടെ ഫണ്ടമെൻ്റലാണ്, ബേസിക്കാണിത്. ഇതൊരിക്കലും നിങ്ങൾ തെറ്റ് പഠിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കീർത്തനം അങ്ങോട്ട് പാടി നിങ്ങൾ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, നിങ്ങൾ ബേസ് നമ്മുടെ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മുടെ അടിസ്ഥാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കേണ്ടതും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ വിജിലൻ്റ് ആയിരിക്കേണ്ടതും ഈ ഫണ്ടമെൻ്റൽ പഠിക്കുന്ന സമയത്താണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളിതൊക്കെ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ പാടുന്നവർക്ക് എങ്ങനെ വേണം ഏത് പാട്ട് വേണം എടുത്ത് പാടാം. അതൊന്നുമല്ല, ഇതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. തെറ്റ് പഠിക്കരുത്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കേട്ട് തന്നെ പാടുക. 2 പ്രാവശ്യം കേട്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ പാടരുത്. നല്ലപോലെ കേട്ട് തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്കൂടെ ഒരു ഉപകാരപ്പെടണമെന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സരളി വരിസകൾ ഇപ്പോൾ നമ്മളെല്ലാം പാടി, 4 കാലങ്ങൾ പാടി, അതിൻ്റെ അകാരം അകാരങ്ങളൊക്കെ പാടുന്നതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ലെസണിലേക്കാണ് പോവുക, മധ്യസ്ഥായി വരിസകൾ. അപ്പം ഈ സപ്തസ്വരം 4 കാലം, ഈ സരളി വരിസകൾ അടുത്ത വീക്കിലി വൺസ് ഒരു ക്ലാസ് ഇപ്പോൾ ഞാൻ ഇടുന്നുള്ളൂ. കാരണം പല ആൾക്കാരത് നമ്മൾ ആഴ്ചയ്ക്ക് 2-3 ക്ലാസ് ഇടുമ്പോൾ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് പഠിക്കാൻ നിങ്ങൾക്ക് സമയം വേണമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് വീക്കിലി വൺസ് ഒരു ക്ലാസ് മതി. അപ്പം നിങ്ങളത് കൃത്യമായി ഫോളോ ചെയ്യണം. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കൃത്യമായിട്ട് തറവാക്കാൻ പറ്റും. അപ്പം അനുസരിച്ച് നല്ലപോലെ എല്ലാവരും നോട്ട് എഴുതി വെച്ച് ശ്രുതിയിട്ട് താളമടിച്ച് ശ്രദ്ധയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക. സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. എല്ലാവർക്കും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ബാക്കി നമുക്ക് പുതിയൊരു ലെസനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.